നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഡിജിറ്റൽ വിവരങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കാൻ വാലറ്റ് ആപ്പ് അവതരിപ്പിച്ചു ഗൂഗിൾ. ഗൂഗിൾ ആപ്പുകൾ നിരവധി ഉണ്ടെങ്കിലും എന്നാൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഗൂഗിൾ വാലറ്റ് ഒടുവിൽ ഇന്ത്യയിലെത്തിയത്. ഗൂഗിൾ വാലറ്റ് 2022 US-ൽ അവതരിപ്പിച്ചു. 2 വർഷത്തിനു ശേഷം ആപ്പ് ഇതാ ഇന്ത്യയിൽ വിപണിയിലെത്തി. ബോർഡിംഗ് പാസുകൾ, മൂവി ടിക്കറ്റുകൾ, ഡിജിറ്റൽ കാർ കീ അടക്കം വസ്തുക്കൾ സൂക്ഷിക്കാവുന്നതാണ് ഗൂഗിൾ വാലറ്റിൽ. ആൻഡ്രോയിഡ് ഉപഭോക്താക്കൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ പേ സൗകര്യങ്ങൾ തന്നെ വാലറ്റിലും ലഭിക്കും. പണമിടപാട് മാത്രം ഉണ്ടാകില്ല. ഇതിനായി ഗൂഗിൾ പേ തന്നെ തുടരും. ഉപയോക്താക്കൾക്ക് മികച്ച അനുഭവം നൽകുന്നതിനായി 20ഓളം വൻ ബ്രാൻഡുകളുമായി ഗൂഗിൾ കൈകോർക്കുന്നുണ്ട്. PVR, ഐനോക്സ്, എയർ ഇന്ത്യ, ഇൻഡിഗോ, ഫ്ലിപ്കാർട്ട്, കൊച്ചി മെട്രോ, അഫിബസ് എന്നിങ്ങനെ വിവിധ കമ്പനികളും സ്ഥാപനങ്ങളുമായി വാലറ്റ് സഹകരിക്കുന്നുണ്ട്. കൂടുതൽ കമ്പനികളുമായി വരുന്ന മാസങ്ങളിൽ സഹകരിക്കുമെന്നാണ് ഗൂഗിൾ അറിയിക്കുന്നത്. പൊതുഗതാഗതവും എന്റർടൈൻമെന്റും അടക്കം വിവിധ കാര്യങ്ങളിൽ സഹായകമായിരിക്കും ഗൂഗിൾ വാലറ്റ്. ബോർഡിംഗ് പാസുകൾ ആക്സസ് ചെയ്യുക, മൂവി അല്ലെങ്കിൽ ഇവന്റ് ടിക്കറ്റുകൾ സംരക്ഷിക്കുക, ലോയൽറ്റി അല്ലെങ്കിൽ ഗിഫ്റ്റ് കാർഡുകൾ വീണ്ടെടുക്കുക തുടങ്ങിയവ ഗൂഗിൾ വാലറ്റ് ആപ്പിന് ചെയ്യാൻ കഴിയുന്നതാണ്. ഈ ആപ്പിലൂടെ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് സുരക്ഷിത കോണ്ടാക്ട് ലെൻസ് പേയ്മെന്റ് ആണ് ലക്ഷ്യമിടുന്നത്. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനമുള്ള ഫോണുകളിൽ മാത്രമേ ഗൂഗിൾ വാലറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ സംവിധാനം ഇന്ത്യയിൽ പ്രത്യേക ആപ്പായി നിലനിൽക്കും. വെയർ OS സ്മാർട്ട് ടച്ചുകളിൽ നിന്നും നേരിട്ട് കോണ്ടാക്ട് ലെൻസ് പേയ്മെന്റുകൾ നടത്താൻ കഴിയും. എന്നാൽ പല ഉപയോക്താക്കൾക്കും ആപ്പ് സ്റ്റോറിൽ നിന്ന് ഗൂഗിൾ വാലറ്റ് ലഭ്യമാകുന്നില്ല എന്നും പരാതി ഉയർന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇത് പരിമിതമായ റോൾ ഔട്ട് അല്ലെങ്കിൽ എയർലി ആക്സസ് ആയിരിക്കും എന്നും സൂചനയുണ്ട്. പല രാജ്യങ്ങളിലും 2022 മുതൽ ഗൂഗിൾ പേയ്ക്ക് പകരം ഗൂഗിൾ വാലറ്റ് ആണ് ഉപയോഗിക്കുന്നത്.